തലശ്ശേരി അതിരൂപതയ്ക്കും മലയോര മേഖലയ്ക്കും മാധ്യമരംഗത്തും ചാലിലച്ചൻ നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാനാവില്ലെന്നും ചാലിലച്ചൻ എന്നും ജ്വലിക്കുന്ന മുഖമായി നിലനിൽക്കുമെന്നും മാർ ജോർജ് ഞരളക്കാട്ട്. മോൺസൺ ജോ മാത്യു എം ചാലി സ്മാരക കാരുണ്യസ്പർശം പുരസ്കാരം ചെമ്പേരി കരുണാലയത്തിന് സമ്മാനിച്ച് ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക പള്ളിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി രൂപതയുടെ സ്ഥാപക മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി, തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് ഞരളക്കാട്ട്, മാർ ജോസഫ് പാംബ്ലാനി എന്നിവരോടൊപ്പം മലയോര മേഖലയിലെ വിദ്യാഭ്യാസ, മാധ്യമ, സാമൂഹ്യ വികസന മേഖലകളിൽ ജീവിതം മുഴുവൻ സേവനം ചെയ്ത മോൺസൺ ജോ മാത്യു എം ചാലിലിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ 2026 വർഷത്തെ കാരുണ്യസ്പർശം പുരസ്കാരം ചെമ്പേരി കരുണാലയത്തിന് സമ്മാനിച്ചു. മോൺസൺ ജോ മാത്യു എം ചാലിൽ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. അവാർഡ് വിതരണം ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് ഞരളക്കാട്ട് ചെമ്പേരി കരുണാലയം ഡയറക്ടർ ഫാദർ ബിജു മോൻ മാത്യുവിന് സമ്മാനിച്ചു. ചെമ്പേരി ലൂർദ് മാതാ ഫെറോന ബസിലിക്ക വികാരി റവറന്റ് ഫാദർ ജോർജ് കാഞ്ഞിരങ്ങാട്ട്, വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫാദർ കടക്കുഴ, PRO സെബാസ്റ്റ്യൻ പുത്തൻപുര, ബിഷപ്പ് വള്ളോപ്പിള്ളി ഫൗണ്ടേഷൻ സെക്രട്ടറി DP ജോസ്, മോൺസൺ ജോ ചാലിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പയസ് ചാലിൽ, ചെമ്പേരി YMCA പ്രസിഡന്റ് ജോമി ചാലിൽ, ജോസ് പനക്കൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ അവാർഡുകൾ മലയോര ഹൈവേയുടെ ശില്പിയായ ജോസഫ് കനകക്കാട്ടക്കും ആദ്യ അവാർഡ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനുമായിരുന്നു. അഗതികളായ പാവങ്ങൾക്ക് വേണ്ടി ജാതിമത ഭേദമില്ലാതെ വർഷങ്ങളായി തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലാണ് കരുണാലയം പ്രവർത്തിക്കുന്നത്. ആതുര സേവന രംഗത്ത് അതുല്യമായ സംഭാവനയാണ് അരനൂറ്റാണ്ട് കാലമായി കരുണാലയം നടത്തിവരുന്നത്. സന്തോഷമുണ്ട്. ഇപ്രകാരം ഒരു ഫൗണ്ടേഷനും ഈ ഒരു അവാർഡ് ദാന കർമ്മങ്ങൾ നടക്കുന്നതിൽ കഴിഞ്ഞ 2 വർഷവും അവാർഡ് നേടിയെടുത്തവരെ സ്നേഹത്തോടെ നമ്മൾ ഓർക്കുന്നു. ഈ വർഷത്തിന്റെ ഈ അവാർഡ് നമ്മുടെ കരുണാലയം സ്വാതന്ത്ര്യത്തിൽ നൽകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപതയുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മുഖമാണ് ഈ കരുണാലയവും സ്വാതന്ത്ര്യവും. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിജുവിന്റെ ഒപ്പം നമ്മുടെ സിസ്റ്റേഴ്സും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റുള്ളവരും നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും വിലപ്പെട്ടതാണ്. കർത്താവിന് ഏറ്റവും സ്വീകാര്യമായൊരു ജോലി അതാണ്. എൻ്റെ എളിയവരിൽ ഒരുവർ നിങ്ങൾ ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് നിങ്ങൾക്ക് അനുവാദം ഓർക്കാം. ഈ അവസരത്തിൽ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബിജുവിനെയും സിസ്റ്റേഴ്സിനെയും അവിടെയുള്ള എല്ലാ ടീമംഗങ്ങളെയും ഓർക്കുന്നു. അവിടെയുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഓർക്കുന്നു.